ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വീണ്ടും ഒരു കോൾഡ് സ്റ്റാർട്ട് ഉണ്ട്. ഈ കോൾഡ് സ്റ്റാർട്ട് നമ്മളൊരു 4 വർഷം മുന്നേ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ വീണ്ടും ഇതൊന്നുകൂടെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വണ്ടി സെന്ന് നമ്മുടെ മുഴുവൻ കാട് പിടിച്ചു. നമ്മൾ 4 വർഷം മുമ്പൊന്ന് ചെയ്തൊരു വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുകയെന്ന് വെച്ചാൽ വഴി നല്ല ഇത്ര ആഴത്തിൽ കാട് പിടിച്ച് കിടക്കുവാണ്. വണ്ടിയുടെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഫുള്ള് കാട് കയറി ഇതുപോലെയായി. വെയിൽ കാരണം കുറേ ഉണങ്ങിപ്പോയി. ഇതുപോലെ വണ്ടി ഫുള്ള് കവറായിരിക്കുക. ഇതുണ്ടോ, ഇങ്ങോട്ട് നമുക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കാട് കയറി. ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു സീൻ. നമുക്ക് വണ്ടിയുടെ അകത്ത് ഡോറ് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ല പിടിച്ചിരിക്കുകയാണ്, തുറയുന്നില്ല. ഡാർക്ക് സീനായിട്ടിരിക്കുകയാണ്. നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞ വണ്ടി അങ്ങനെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുക. വണ്ടിയുടെ അകത്ത് മൊത്തം മൂടി കവറായി. ഒരു രക്ഷയില്ല, പൊളി സീൻ. അയ്യോ, താക്കോലാന്ന് തോന്നിയിരിക്കണം. എന്തോ ഒരു ലോക്കൽ പിടിച്ചിരിക്കുക. നമുക്ക് ഊരിയെടുക്കാം. വണ്ടിയുടെ അകത്തൊരു സീൻ കാണിച്ചു തരാം. ഈ ഡോറ് തുറന്ന് നോക്കാം. ഓ, സെറ്റ് സെറ്റ് സെറ്റ്. ദുരന്തം പിടിച്ച വണ്ടി എന്നൊക്കെ പറയില്ല, അതുപോലെ കിടക്കുക വണ്ടി. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വശം. ബോണറ്റ് തുറക്കണമെങ്കിൽ നല്ല സീനാണ്. ആദ്യം അത് പാമ്പോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. കാരണം ഒരുപാട് നാളായിട്ട് കിടക്കുവാണ്. മുഴുവൻ കാടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് കാട് പിടിച്ച് കിടക്കുക. ഡോറ് തുറന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാണ് ഫ്രണ്ട് ഗ്ലാസിൻ്റെ വശമാണ് ഈ കാണുന്നത്. ബോണറ്റാണ് ഇവിടെ കാണുന്നത്. ഇതിനടിയിൽ ബോണറ്റുണ്ട്. ബോണറ്റുണ്ട് ഇതിനടിയിൽ. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ താക്കോൽ ഊരിയെടുത്തിട്ടുണ്ട്. താക്കോൽ ഇതിൻ്റെ തന്നെ ആണോ എന്ന് നോക്കട്ടെ. താക്കോലൊക്കെ വർക്കിങ്. നമുക്ക് ബോണറ്റ് വലിക്കാം. ബോണറ്റ് വലിയുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, വലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ പോയി കാടെല്ലാം വെട്ടിയിട്ട് ബോണറ്റ് തുറക്കാം. എല്ലാം കണ്ടോ, ഇതാണ് ഒരവസ്ഥ. ബോണറ്റ് വലിഞ്ഞിട്ടുണ്ട്. ലോക്കൊന്ന് പിടിക്കണം. അങ്ങനെ ബോണറ്റ് തുറന്നു. സെറ്റ് നോക്കി. ഇതാണ് ഇതിനകത്ത മൊത്തത്തിലുള്ളൊരു ഭാഗം. അപ്പോൾ ഇതിൻ്റെ കോഡ് വയറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു കോഡ് വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലൈറ്റ് ഓണായിട്ടുണ്ട്, പക്ഷേ സ്റ്റാർട്ടർ സ്റ്റക്കാണെന്ന് തോന്നുന്നു. ഒരു അനക്കവും ഇല്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടറെല്ലാം തട്ടി കൊടുക്കണം. വല്ല അനക്കം ഉണ്ടോ നിൽക്കട്ടെ. നമ്മൾ കുറേ നോക്കി, എന്നിട്ട് എഞ്ചിൻ്റെ ശകലം കറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് പ്ലഗ് അഴിച്ചിട്ടൊന്ന് അതിന് വേണ്ടി കുറച്ച് ഓയിൽ അടിച്ച് കൊടുക്കുക. എന്താ പ്രശ്നം നോക്കാം. 4 പ്ലഗ് നമ്മൾ അഴിച്ചെടുത്ത്. അപ്പോൾ ഇതാക്കിയിട്ടുണ്ട്, കംപ്രഷൻ ഉണ്ടായില്ല. അപ്പോൾ നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് കറക്കി വിടാം. സെൽഫ് അടിച്ച് നോക്കി.
നല്ല രീതിക്ക് കാറ്റ് വരുന്നുണ്ട്, കംപ്രഷൻ ഉണ്ട്. ഓക്കെ, നിൽക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ കറണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ കോഡ് വയർ എടുത്തിട്ട് ഇതിലിട്ടിട്ട് ജസ്റ്റ് കറണ്ട് വന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം. അടിച്ചേ. ഓക്കെ, അപ്പോൾ കറണ്ട് വരുന്നുണ്ട്. നല്ല വെളിച്ചമുള്ളതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നട്ടുച്ച നല്ല വെയിലത്ത് നിൽക്കുക. അതുകൊണ്ടാണ് ഇനി നമുക്കെല്ലാം ഫിറ്റ് ചെയ്യാം. ഒന്ന് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്രോളിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. കാർബറേറ്ററൊക്കെ വിട്ടിടക്കാം. അതൊന്ന് കാണിച്ച് ഇതിനകം കണ്ടോ മൊത്തം പൊടിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ കൊടുക്കേണ്ടത് ഇതിനകത്ത് ഇപ്പോൾ പെട്രോൾ കാണത്തില്ല. പ്രളയത്തിലൊക്കെ മുങ്ങിയ വണ്ടിയാണ്. അപ്പോൾ ടാങ്കിനകത്തൊക്കെ വെള്ളമായിരിക്കും. നമുക്ക് പെട്രോൾ സെപ്പറേറ്റ് കുപ്പിയിൽ കൊടുക്കണം. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിൻഷീൽഡിൻ്റെ ടാങ്കും മോട്ടറും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പമ്പ് സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതുവഴി പെട്രോൾ നമ്മൾ കാർബറേറ്ററിലോട്ട് കറണ്ട് വഴി പമ്പ് ചെയ്ത് ഒരു പ്രഷർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധനം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വയറിന് ചെറിയ പ്രശ്നം വന്നതുകൊണ്ട് വയറിന് നീളക്കുറവ് വന്ന്, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ചിരിക്കുക. റിട്ടേൺ ഒരു കുപ്പിയിലോട്ട് വെച്ചിരിക്കുക. ഇതിലോട്ട് തന്നെ കൊടുക്കാനിരുന്നത്. അത് നമുക്ക് സ്റ്റാർട്ടാവുക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം ലൈനിലെല്ലാം പെട്രോളെല്ലാം വന്ന് പിന്നെ അത് ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത സെൽഫ് അടിച്ച് നോക്കുക എന്നുള്ളതാണ്. സെൽഫ് അടിച്ചിട്ട് സ്റ്റാർട്ടാവുമെങ്കിൽ കണക്ഷൻ കൊടുക്കാം. ആക്സിലേറ്റർ വർക്കിംഗ് ആകുന്നുണ്ട്. സെൽഫ് അടിച്ചേ. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ കാർബറേറ്റർ നല്ലപോലെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പെട്രോൾ അങ്ങ് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ സ്വല്പം ഒഴിച്ചു കൊടുത്തോളം സ്റ്റാർട്ടായത്. അപ്പോൾ വണ്ടി ഏകദേശം സ്റ്റാർട്ടായി. നമുക്കൊന്ന് അനക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോൾഡ് സ്റ്റാർട്ടിൻ്റെ വീഡിയോ എല്ലാം കഴിഞ്ഞ് ചിലരൊക്കെ സംശയം തോന്നുന്നു ഓയിൽ നോക്കിയില്ലെന്ന്. ആദ്യം കാണിച്ചില്ലായിരുന്നു. ഓയിലിനകത്ത് ഉണ്ടായിരുന്നു. ഉണ്ടോ, ഓയിലൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണിക്കാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ കമൻറ്റിൽ വന്നാൽ ചോദിക്കും. ഓയിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം സെറ്റായിരുന്നു. എല്ലാം ചെക്ക് ചെയ്തായിരുന്നു. നല്ല വെയിലായിരുന്നതുകൊണ്ട് എല്ലാം ഒന്ന് ചിലതൊക്കെ വിട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ മറന്നുപോയത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. കാർബറേറ്ററിനകത്ത് നല്ലപോലെ മണ്ണ് കയറി അടഞ്ഞിരിക്കുകയാണ് മൊത്തം തുറന്നിരുന്നത്. അതുകൊണ്ടാണ് സ്ലോ സ്പീഡിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. താങ്ക് യു.